വേഗതാരങ്ങൾക്കായി കാത്തിരിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ അല്പസമയത്തിനകം റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത് 10 മണിക്കൂർ. പേട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടാകാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തു. ജൂബിലി സ്മാരകമായ പുതിയ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു രാഷ്ട്രപതി കുമരകത്ത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രധാനമന്ത്രി നാളെ 2 പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക 28-ന്. RJD പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കിയത് വിവാദത്തിൽ. സുരേഷ് ഗോപിയുടെ വിമർശനങ്ങളെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സുരേഷ് ഗോപി വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനെന്നും ശിവൻകുട്ടി. അഭിനയിക്കാൻ അറിയില്ലെന്നും വിമർശനം. അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂനിയർ ഗേൾസിൽ ദേവനന്ദ വേഗമേറിയ താരം. പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരം 1ാമത്. അത്ലറ്റ് ടെസ്റ്റിലും ഇന്ത്യയെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ട്രാക്കിലെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. വേഗതാരത്തിനായുള്ള മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്. ആൺകുട്ടികളുടെ മത്സരം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ, അതായത് ഗ്ലാമറസ് പോരാട്ടമായ ട്രാക്കിലെ ഗ്ലാമറസ് പോരാട്ടമായ 100 മീറ്റർ ഓട്ടം പുരോഗമിക്കുകയാണ്. നേരത്തെ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ദേവനന്ദ 1ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലുള്ള മത്സരമാണ് നടന്നത്. ദേവിക, ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞ ഇത് ജൂനിയർ ആൺകുട്ടികളുടെ ആണോ സീനിയർ ആൺകുട്ടികളുടെ മത്സരമാണോ ഇപ്പോൾ കഴിഞ്ഞത്? ആ താരത്തിന്റെ പേര്, ഒപ്പം മറ്റു വിവരങ്ങൾ. 100 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ ഓട്ട മത്സരമാണ് നടന്നത്. ആലപ്പുഴയുടെ 100 മീറ്റർ ജൂനിയർ ആൺകുട്ടികളുടെ മത്സരമാണ് നടന്നത്. 10.81 ആലപ്പുഴയുടെ വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ കോച്ചാണ്, പിന്നെ എൻ്റെ പാരൻസും. വളരെ സന്തോഷമുണ്ട്. അതുലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത്. വളരെ സന്തോഷമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. റെക്കോർഡാണ്, കാരണം 10.81 സെക്കൻഡിലാണ് ഇത്തരത്തിലൊരു നേട്ടം ഇത്തരത്തിൽ അതുൽ നേടിയിട്ടുള്ള. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇല്ല, പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ അറിയാൻ വരാറുണ്ട്. ഇല്ല, 37 വർഷം മുൻപുള്ള റെക്കോർഡാണ് മറികടന്നത്. എത്രമാത്രം സന്തോഷമുണ്ട്. സാർ അങ്ങോട്ട് പോയി. സംസ്ഥാന സ്കൂൾ സാംജി സാർ എന്നെ ഇവിടം വരെ എത്തിച്ചത് സാറാണ്. ഈ റെക്കോർഡും എല്ലാം ഞാൻ സാറിന് സമർപ്പിക്കുന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ട മത്സരം പുരോഗമിക്കുകയാണ്. ജൂനിയർ ആൺകുട്ടികളുടെ ഓട്ട മത്സരത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള TM അതുൽ സ്വർണം കരസ്ഥമാക്കിയിരിക്കുന്നു. റെക്കോർഡോടെയുള്ള സ്വർണ്ണ നേട്ടമാണ് അതുലിൻ്റേത്. 10.81. എന്തായാലും
ദേവിക, ഇപ്പോൾ അതുലിന്റെ ഒരു സന്തോഷ പ്രകടനമാണ് കാണുന്നത്. റെക്കോർഡ് തിരുത്തി സ്വർണം കരസ്ഥമാക്കിയിരിക്കുന്നു അതുൽ. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഏത് സ്കൂളാണ് അതുലിന്റേത്? മറ്റു വിവരങ്ങൾ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഭയങ്കര സന്തോഷം. കൊച്ചിനെ കൊണ്ടത് സാധിച്ച് ഭയങ്കര സന്തോഷം. റെക്കോർഡിനേക്കാൾ ഉപരി ഫസ്റ്റ് വന്നു, അതാണ് ഞങ്ങളെ കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക്. വളരെ വളരെ ബ്യൂട്ടി ആയിട്ടാണ് രാവിലെ പെർഫോം ചെയ്തത്. രാവിലെ ഹീറ്റ്സ് ആണെങ്കിൽ പോലും അതിന് ശേഷം ഫൈനലാണെങ്കിൽ പോലും എല്ലാ കുട്ടികളോടും നല്ല റെസ്പെക്റ്റോടു കൂടി നല്ല രീതിയിൽ തന്നെ അതെ 7-9 ആണ് ഇന്ന് രാവിലെ ചെയ്തത്. എന്നാലും അതിനോട് അടുക്കപ്പിടിക്കാൻ തന്നെയുള്ള സമയമാണ്. വളരെ സന്തോഷം. 200 മീറ്റർ കൂടി മത്സരമാണ്. അപ്പോൾ എല്ലാ സപ്പോർട്ടേഴ്സിനും നന്ദിയുണ്ട്. ഞങ്ങളോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ സാറിനെ ഡെഡിക്കേറ്റ് അഖില, അത് തന്നെയാണ് 37 വർഷത്തെ റെക്കോർഡാണ് ഇത്തരത്തിൽ അതിൽ വേദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു അത്ലറ്റിക്സ് ഇനത്തിൽ ആരാണ് കിരീടം നേടുക എന്ന നോട്ടത്തിൽ തന്നെയാണ് ഈ ട്രാക്ക് ഉണർന്നപ്പോൾ മുതൽ എല്ലാ കാണികളും അതിലാണ് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അതായത് 100 മീറ്റർ ജൂനിയർ ഗേൾസിന്റെ അത്ലറ്റിക്സ് പിന്നാലെയാണ് ഇത്തരത്തിൽ ആലപ്പുഴയുടെ വർഷങ്ങൾ നീണ്ട റെക്കോർഡ് ഭേദിച്ച ഇത്തരത്തിൽ മത്സരങ്ങൾ കൂടിയാണ് പൂർത്തിയാകാനുള്ളത്. ഓവറോൾ കിരീടം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം തന്നെയാണ് മുൻപിലെങ്കിലും ഈ അത്ലറ്റിക്സിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ 2 കിരീടവും മറ്റ് ജില്ലകൾക്കാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ മറ്റു മത്സരങ്ങളുടെ വേഗരാജാവ് ആരാണ്, വേഗറാണി ആരാണ് എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അത്രയേറെ വാശിയേറിയ മത്സരമാണ് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കായിക മത്സരത്തിൽ. ഇന്നത്തെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഇനം തന്നെയാണ് ഈ 100 മീറ്റർ മത്സരം. അഖില, സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രാക്കിലെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ജൂനിയർ പെൺകുട്ടികളുടെ ഒപ്പം ജൂനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം മത്സരം കഴിഞ്ഞിരിക്കുന്നു. ഇനി സീനിയർ പെൺകുട്ടികളുടെയും സീനിയർ ആൺകുട്ടികളുടെയും മത്സരമാണ്. അതായത് വേഗരാജാവിനെയും വേഗറാണിയെയും കണ്ടെത്താനുള്ള മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ട്രാക്കിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഏതായാലും 37 വർഷത്തെ റെക്കോർഡ് തകർത്ത് ആലപ്പുഴയുടെ TM അതുൽ ഈ ജൂനിയർ ആൺകുട്ടികളുടെ വേഗതാരമായി മാറിയിരിക്കുന്നു. ഒപ്പം 10.81 ആണ് അതുലിന്റെ സമയം. സീനിയർ പെൺകുട്ടികളുടെ ജൂനിയർ പെൺകുട്ടികളുടെ മത്സരത്തിന്റെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അല്പസമയത്തിനകം തന്നെ സീനിയർ പെൺകുട്ടികളുടെയും അതിന് പിന്നാലെ സീനിയർ ആൺകുട്ടികളുടെയും മത്സരം ആരംഭിക്കും. അപ്പോഴാണ് വേഗരാജാവിനെയും വേഗറാണിയെയും കണ്ടെത്താൻ പോകുന്നത്. 12.45 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് നേരത്തെ പെൺകുട്ടികളുടെ വേഗ താരമായി സെന്റ് ജോസഫ് HS പുല്ലൂരാമ്പാറയിലെ ദേവനന്ദ മാറിയത്. ആലപ്പുഴയുടെ TM അതുലാണ് ആൺകുട്ടികളുടെ ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയത്. 10.81 സെക്കൻഡ്, അതായത് 37 വർഷത്തെ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് ആണ് അതുലിന്റെ മുന്നേറ്റം. സീനിയർ പെൺകുട്ടികളുടെ മത്സരമാണ് ഇനി അടുത്ത് നടക്കേണ്ടത്. അതാണ് വേഗറാണിയെ കണ്ടെത്തുന്ന പ്രധാന മത്സരം. സീനിയർ പെൺകുട്ടികളാണ് ആരാണ് ആ റെക്കോർഡ് തിരുത്തുമോ, ആരാണ് ഏത് ജില്ലയ്ക്കാണ് അവസരം കിട്ടാൻ പോകുന്നത് എന്നൊക്കെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിനായുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ ട്രാക്കിലേക്ക് എത്തി മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ്. Ridupanda Aro EMHS Vadavanu representing Palakkad. Lane 684. Navya Government DVHS Magla representing Alappuzha. Lane 8, big number 1456. Sonia EJ of RM Higher Secondary School, Alu representing Thrissur. The existing beat record in this event is set the name of Nancy Sojin with a time
12.05 seconds of government fisheries, which is now in the year 2019. All the best, athletes. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം ആതിഥേയരായ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണിപ്പോൾ പോയിന്റ് പട്ടികയിൽ. പക്ഷേ ട്രാക്കിലെ മത്സരങ്ങൾ ആരംഭിച്ചതോടുകൂടി മറ്റ് ജില്ലകളും അവരുടെ മുന്നേറ്റം തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ പാലക്കാടും കോഴിക്കോടും കണ്ണൂരുമൊക്കെ ആധിപത്യം സ്ഥാപിക്കുമോ അതോ ആധിപത്യത്തിന്റെ തുടർച്ച തിരുവനന്തപുരത്തിന് നിലനിർത്താനാകുമോ എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സീനിയർ ഗേൾസ് 100 മീറ്ററിന്റെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. പെൺകുട്ടികളെല്ലാം ട്രാക്കിൽ ആ സ്റ്റാർട്ട് വിസിലിനായി കാത്തു നിൽക്കുകയാണ്. മത്സരം ആരംഭിക്കുന്നു. സീനിയർ വേഗറാണിയെ കണ്ടെത്തുന്ന സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം. Senior girls finals. സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിന്റെ ഫൈനൽ മത്സരമാണ് പ്രേക്ഷകർ കണ്ടത്. ആരാണ് ആ വേഗറാണി എന്നാണ് അറിയേണ്ടത്. ഏത് ജില്ലയിൽ നിന്നുള്ള കുട്ടിയാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരേണ്ടത്. മലപ്പുറം പക്ഷെ എൻ്റെ കോച്ചസ് എനിക്ക് കൂടെ എല്ലാം ടെൻഷനൊക്കെ മാറ്റി വന്നു. ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, കോച്ചസ്, അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി. അവർ കാരണം കിട്ടിയ മെഡലാണ്. എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ 100 ദൂരം എൻ്റെ മെയിൻ എൻ്റെ അടിലാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എൻ്റെ ബെസ്റ്റ് ടൈമാണ്. നാഷണലൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിട്ടുണ്ട് 20 വിഭാഗത്തിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റി. വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഹാൻഡ് ടൈം ബെസ്റ്റ് ഒക്കെ വേറെയാണ്. നല്ല ഇലക്ട്രോണിക്കലി ഇത് ബെസ്റ്റ് തന്നെയാണ്. ഞാൻ സന്തോഷിക്കുന്നു. മറ്റൊരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്യാനും പറ്റി. 12.11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദിത്യ അജി. വേഗറാണിയായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദിത്യ അജി സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ സുവർണ്ണ നേട്ടം. 12.11 സെക്കൻഡിലാണ് ആദിത്യ ഫിനിഷ് ചെയ്തത്. തിരുനാവായ നാവാമുകുന്ദ HSSലെ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ദേവിക ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ദേവിക, തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടിയാണ് ആദിത്യ എന്നാണ് മനസ്സിലാക്കുന്നത്. വേഗറാണിയായി മാറിയിരിക്കുകയാണ്. ഒപ്പം വലിയ സന്തോഷത്തോടെ ആ പ്രതികരണവും ആദിത്യ പങ്കുവച്ചല്ലോ. അതെ, തീർച്ചയായിട്ടും അഖില, ആദിത്യ അജി, മലപ്പുറത്തിന്റെ ആദിത്യ അജിയാണ് 100 മീറ്റർ സീനിയർ ഗേൾസിന്റെ ഫൈനൽ മത്സരത്തിൽ ഇത്തരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് കോഴിക്കോടിന്റെ ജ്യോതി ഉപാധ്യായയാണ് 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. നാഷണൽ മത്സരങ്ങളിൽ അടക്കം ഒരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഓവറോൾ മത്സരങ്ങൾ നോക്കുമ്പോൾ തിരുവനന്തപുരം തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിലും ഇന്ന് മുതലാണ് അത്ലറ്റിക് മത്സരങ്ങൾ ആരംഭിച്ചത്. അത്ലറ്റിക് മത്സരങ്ങളിൽ പാലക്കാടായിരുന്നു ഇതിനു മുൻപ് ഉച്ചയ്ക്ക് മുമ്പ് നടന്ന 4 മത്സരങ്ങളിലും സ്വർണം നേടിയിരുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം കഥ മാറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ജില്ലകൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും 3 സെറ്റ് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട്. ആ മത്സരങ്ങളും കൂടി കഴിയുമ്പോഴായിരിക്കും ഏതെല്ലാം വേഗരാജാക്കന്മാരാണ്, വേഗതയിൽ ആരൊക്കെയാണ് മുൻപന്തിയിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും എല്ലാം കൂടി ചേർന്ന് ആ ഒരു കിരീടം സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. വരും ദിവസങ്ങളിൽ
ഈ അത്ലറ്റിക് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് മറ്റു ജില്ലകൾ ഇത്തരത്തിൽ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെയായിരിക്കും ഈ ഒരു വിജയം മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. കൃത്യമായി 2-നാണ് ഈ ട്രാക്കുകളിൽ മത്സരം ആരംഭിച്ചത്. കാണികൾ ഇത് വളരെ ആവേശത്തിലാണ്. കാരണം ഇത്രയും മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. രാവിലെ 3000 മീറ്റർ മത്സരങ്ങളാണ് നടന്നത്. ആ മത്സരങ്ങളിലെല്ലാം പാലക്കാടാണ് 1ാം സ്ഥാനം നേടിയത്. എന്തായാലും ഇന്ന് നടന്ന മത്സരങ്ങളിൽ എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ എത്തി നോക്കുന്നത് ഈ 100 മീറ്റർ മത്സരങ്ങൾ തന്നെയാണ്. ആ മത്സരത്തിന്റെ 3 മത്സരങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അതിലാണ് ഇത്തരത്തിൽ 100 മീറ്റർ സീനിയർ ഗേൾസിന്റെ ഫൈനൽ മത്സരത്തിൽ മലപ്പുറത്തിന്റെ ആദിത്യ, അതായത് 12.1 സെക്കൻഡിലാണ് ഇത്തരത്തിൽ 100 മീറ്റർ വേഗ ദൂരം ആദിത്യ കീഴടക്കിയത്. അഖില, ശരി. തിരുനാവായ നാവാമുകുന്ദ HSSലെ ആദിത്യ അജി വേഗറാണിയായി മാറിയിരിക്കുന്നു. സീനിയർ ആൺകുട്ടികളുടെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളൊക്കെ ഈ മത്സരത്തിനായി തയ്യാറെടുക്കുന്നുണ്ട്. ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. വേഗരാജാവ് ആര് ആണ് ഇനി അറിയേണ്ടത്. ഏതായാലും ജൂനിയർ പെൺകുട്ടികളുടെയും ഒപ്പം ജൂനിയർ ആൺകുട്ടികളുടെയും, അതായത് വേഗതാരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. ഒപ്പം വേഗറാണിയായി തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിത്യ അജിയും സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി ആൺകുട്ടികളുടെ മത്സരമാണ് നടക്കേണ്ടത്. കുട്ടികളൊക്കെ ട്രാക്കിൽ മത്സരത്തിനായി തയ്യാറെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള കുട്ടികളെല്ലാം ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആൺകുട്ടികളുടെ 100 മീറ്റർ ഫൈനൽ മത്സരം നടക്കും. ആരാണ് ആ വേഗരാജാവ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായും അവിടെ കൂടിയിരിക്കുന്ന കാണികൾക്കും ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ആ മത്സരം ആരംഭിക്കും. നേരത്തെ വേഗറാണിയായ ആദിത്യ 12.11 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാഭാവികമായും മുൻ വർഷങ്ങളിലൊക്കെ എപ്പോഴും മികച്ച നേട്ടം കൈവരിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലും ഒപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുമൊക്കെ മികച്ച നേട്ടം കൈവരിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ നിന്നുള്ള ആദിത്യ അജിയാണ് വേഗ റാണിയായി മാറിയിരിക്കുന്നത്. ഇനി വേഗരാജാവ് ആര്? സീനിയർ ആൺകുട്ടികളുടെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. അവർ തയ്യാറെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു ചരിത്രം, അതായത് ഒരു റെക്കോർഡ് ഇവിടെ തിരുത്തി കുറിക്കുമോ, അല്ലെങ്കിൽ പുതിയ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ റെക്കോർഡിലേക്ക് ആരെങ്കിലും ഓടിക്കയറുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ആൺകുട്ടികൾ മത്സരത്തിനായി തയ്യാറായി കഴിഞ്ഞു. രാവിലത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ ഒക്കെ മികച്ച വലിയ മത്സരമാണ്. ഈ ശരിക്കും 100 മീറ്ററിന് വേണ്ടി എപ്പോഴും നടക്കുന്നത്. കടുത്ത പോരാട്ടമാണ്. ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിലൊക്കെയാണ് 1ാം സമ്മാനം സ്വർണമൊക്കെ നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ കടുത്ത മത്സരങ്ങൾ രാവിലത്തെ ഹീറ്റ്സിലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതിന് ശേഷം ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ മീറ്റർ റെക്കോർഡോടെ സ്വർണമാണ് ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ TM അതുൽ നേടിയത്. അത്തരത്തിലൊരു മീറ്റർ റെക്കോർഡ് ഈ സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനു വേണ്ടിയുള്ള ആ ഒരു മത്സരത്തിന് വേണ്ടി കുട്ടികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആ ഫൈനൽ വിസിൽ ആരാണ് ആ മിടുക്കൻ എന്നാണ് ഇനി അറിയേണ്ടത്. സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടം മത്സരം കഴിഞ്ഞിരിക്കുന്നു. ആ സുവർണ നേട്ടത്തിലേക്ക് ഓടിക്കയറിയത് ആരാണ്? ഇടാൻ പറ്റാത്തതിൽ ഒരു 9 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസം. അതെ ഇടാൻ പറ്റാൻ ഭയങ്കര സങ്കടമുണ്ട്. അതിന് പിന്നെ ആംഗിൾ ബെസ്റ്റായി മാറ്റുന്നത്. ആംഗിളിൻ്റെ ഒരു മാസം ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നിവേദ് കൃഷ്ണ ആൺകുട്ടികളുടെ വേഗരാജാവായി മാറിയിരിക്കുന്നു. തൻ്റെ ഏറ്റവും മികച്ച സമയം കുറിച്ചാണ് ആ സ്വർണത്തിലേക്ക് ഓടിക്കയറിയത് എന്നാണ് നിവേദ് പറഞ്ഞത്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ
വരുന്ന അവിടെ ഒരാഴ്ച വർക്കൗട്ട് കിട്ടിയിട്ടു. അതെ 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 തീർച്ചയായും അവൻ്റെ ലൈഫ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. കോൺഫിഡൻസ് ഉള്ളൊരു ബോയാണ്. യൂത്ത് നാഷണൽസ് ഒക്കെ വിൻ ചെയ്തതാണ്. ഒരു ഭാവിയുള്ളൊരു കായികതാരമാണ്. ഇനി അടുത്ത നാഷണൽസ് പിടിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനി ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യനെ പ്രതിനിധീകരിച്ച് പോകണമെന്നാണ് അടുത്ത ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും ഉണ്ട്. ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ സീനിയർ ലെവലിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. HRDS എന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ചിറ്റൂരിലെ സ്കൂളും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ അതുപോലെ തന്നെ ദേശീയ താരമാണ്. അപ്പോൾ മകന് അതെ അതെ നാഷണൽ അത്ലറ്റാണ്. ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എല്ലാം നേടിയിട്ടുണ്ട്. അതെ അതെ അച്ഛൻ തന്നെ ഇൻസ്പിറേഷൻ. ജ്യോതി പ്രകാശ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവായി പാലക്കാടിന്റെ നിവേദ് കൃഷ്ണ 10.79 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് തന്റെ മികച്ച സമയം കുറിച്ച് നിവേദ് ആ സുവർണ നേട്ടത്തിലേക്ക് ഓടിക്കയറി സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗരാജാവായി മാറിയിരിക്കുന്നു. പാലക്കാട് ചിറ്റൂർ GHSSലെ വിദ്യാർത്ഥിയാണ് നിവേദ്. ഉപദേശം എനിക്ക് ഇന്റർനാഷണൽ മെഡലിസ്റ്റ് ആണ്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഉപദേശം. ടാർഗറ്റ് അതവൻ ചെയ്യും. ആ കോൺഫിഡൻ്റ് ഉണ്ട്. ഞങ്ങളൊരു 10.6.7 താഴ്ത്തിട്ട് പ്രതീക്ഷിച്ചത് അവൻ 4 ഇഞ്ച് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ട് 10.7 താഴ്ത്തി ഓടിയിട്ടുണ്ടാവും. ഉറപ്പായിട്ട് ഓടിയിട്ടുണ്ടാവും. 200 അവൻ റെക്കോർഡ് ഇട്ടിരിക്കും. വലിയ പ്രതീക്ഷയാണ്. 200 മീറ്ററിൽ റെക്കോർഡ് തിരുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നിവേദ് കൃഷ്ണ ഈ 100 മീറ്ററിലെ വേഗരാജാവായി മാറിയിരിക്കുന്നു. 10.79 തന്റെ മികച്ച സമയം കുറിച്ച് നിവേദ് പാലക്കാടിനായി ഒരു സ്വർണം കൂടി നേടിക്കൊടുത്തിരിക്കുന്നു. പാലക്കാട് ചിറ്റൂർ GHSSലെ വിദ്യാർത്ഥിയാണ് നിവേദ് കൃഷ്ണ. വേഗരാജാവായി വേഗറാണിയായി നേരത്തെ നമ്മൾ പറഞ്ഞു. മലപ്പുറത്ത് നിന്നുള്ള ആദിത്യ വേഗരാജാവായി പാലക്കാട് ചിറ്റൂർ GHSSലെ നിവേദ് കൃഷ്ണ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും ഗ്ലാമറസ് മത്സരമാണ് ഇപ്പോൾ പൂർത്തിയായത്. വേഗരാജാവിനെയും വേഗറാണിയെയും അറിഞ്ഞു. ഒപ്പം തന്നെ ജൂനിയർ വിഭാഗത്തിലെ വേഗതാരങ്ങളെയും കണ്ടുകഴിഞ്ഞു. മികച്ച സമയം കുറിച്ച്, അതായത് തങ്ങളുടെയൊക്കെ മികച്ച സമയം, ഒപ്പം ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മീറ്റ് റെക്കോർഡോടുകൂടി സ്വർണ്ണ നേട്ടം ഒക്കെയായി കുട്ടികൾ അവരുടെ മികച്ച പ്രകടനമാണ് ആ ട്രാക്കിൽ കാഴ്ചവെക്കുന്നത്. ഒപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു തേരോട്ടം കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ ട്രാക്കിലെ മത്സരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇനിയിപ്പോൾ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയേണ്ടത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ അവരുടെ ആധിപത്യം ഉറപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. മത്സരങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. നേരത്തെ മഴയുടെ ചില കാരണങ്ങൾ കൊണ്ട് ചില മത്സരങ്ങൾ അല്പസമയം വൈകിയെങ്കിലും ആ ഒരു സമയം ക്രമീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഘാടകർ നോക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ മികച്ച മത്സരമാണ് ആ ട്രാക്കിലും ഫീൽഡിലും കാഴ്ചവെക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മികാചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ഗുരുസൂക്തവും രാഷ്ട്രപതി മലയാളത്തിൽ ചൊല്ലി. രാജ്ഭവനിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വർക്കലയിലെത്തിയ രാഷ്ട്രപതി ആദ്യം ശ്രീനാരായണ ഗുരു സമാധിയിലും ശാരദാ മഠത്തിലും ദർശനം നടത്തി. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മന്ത്രിമാരായ VN വാസവൻ, V ശിവൻകുട്ടി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മനുഷ്യന്റെ മോചനം അന്ധവിശ്വാസത്തിലൂടെയല്ല വിദ്യാഭ്യാസത്തിലൂടെയാണെന്ന് പഠിപ്പിച്ച ആധ്യാത്മിക ആചാര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകി ഗുരു അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തി. ആധുനിക കാലത്തും ഗുരുവിന്റെ ദർശനങ്ങൾ ഏറെ പ്രസക്തമെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഗുരുസൂക്തം മലയാളത്തിൽ രാഷ്ട്രപതി ചൊല്ലുകയും ചെയ്തു. He gave the powerful message of one caste, one religion, one God for mankind. Jati bhedam motodesham edumillade sarvarum. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. വികസിത ഭാരതത്തിന് മുതൽക്കൂട്ടാകാൻ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവന്റെ സന്ദേശം ഉൾക്കൊണ്ട നാടാണ് കേരളമെന്ന് രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പാലായിലെത്തിയ രാഷ്ട്രപതി കോളേജിലെ ചടങ്ങുകൾക്ക് ശേഷം കുമരകത്തേക്ക് മടങ്ങി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. An area that lacks education may remain an area of darkness. The power of literacy, education and knowledge has enabled Kerala to be among the leading states on several human development parameters. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ പരിഹാസവുമായി സുരേഷ് ഗോപി. വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത്, അവരൊക്കെ തെറിച്ചു മാറട്ടെ എന്നും സുരേഷ് ഗോപി ഇടുക്കി വട്ടവടയിൽ പറഞ്ഞു. പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൂടി വേണമെന്ന ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു കേന്ദ്രമന്ത്രി. എന്നെ കേവലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും എനിക്ക് അറിയത്തില്ല. അവരൊക്കെ ഒന്ന് തെറിച്ച് മാറട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ, എന്നാലും നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു മറുപടിയുണ്ട്. സുരേഷ് ഗോപി വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനുമാണെന്ന് ശിവൻകുട്ടി. പാവങ്ങൾ അപേക്ഷയുമായി വന്നാൽ അടിച്ചോടിക്കും. ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ എല്ലാ പടവും 8 നിലയിൽ പൊട്ടുമെന്നും മോഹൻലാലിനെയോ മമ്മൂട്ടിയോ പോലെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിയാണല്ലോ, അയാൾക്ക് സംസ്ഥാനത്തിൻ്റെ ആളിനെ പറ്റി പറയാനുള്ള അധികാരമില്ലല്ലോ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പറ്റിയായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് പറയും. ഇപ്പം അയാൾ പിന്നെ നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ്. പുതുച്ചേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ്. ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു വന്ന ആളാണ്, യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ്. കള്ള വോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ള വോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിൽ കക്ഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്ത ആളാണ്. ഇപ്പോൾ കള്ള വോട്ടിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് ഇപ്പം നാട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ സിനിമാ സ്റ്റൈലിൽ കലുങ്കി നോവൽ വന്നത്. ഇടുക്കി വട്ടവടയിൽ 18 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വോട്ട് വാങ്ങി ജയിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് മാതൃകയായിരിക്കും ഇത്. ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണം. PM ആവാസ് യോജന പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സർക്കാർ വാക്കുപാലിച്ചില്ല. അവർക്കൊരു മാതൃകയായിരിക്കും ഈ വീടുകളെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വട്ടവടയിലെ കലുങ്ക് സംഗമത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. பிரதானமந்திரி ஆவாஸ் யோஜனா எல்லாம் வேணாம் சார். கேரளா ஆட்சியில இருந்து, கவர்மெண்ட்ல இருந்து, அரசியல்ல இருந்து பணம் வந்து சேர்ந்திருக்கு. லைஃப் மிஷன்ல வந்து எல்லாருக்கும் வீடு பண்ணி கொடுக்குவோன்னு சொன்னதுல ஒரு 18 ரொம்ப மட்டமான கேவலமான நிலையில வாழ்க்கை கொண்டு போய்கொண்டிருக்கிற குடும்பங்களை நான் போய் பார்த்தேன். 18 குடும்பங்கள். அவங்களுக்கு மட்டுமே ஒரு மாடலா நமக்கு ஒரு எக்ஸாம்பிள் இருக்கணும். இல்ல இப்படியும் பண்ணலாம். உங்களுக்கு இதயம் இருந்தா ஓட்டு வாங்கி போய் எங்களை வஞ்சனை செய்யாம இதயம் இருந்தா இப்படி பண்ணலாங்கிற ஒரு பாடம் கற்றுக் கொடுக்கறதுக்காக அந்த 18 பேரோட வீடு வந்து பண்றதுக்கு ஒரு பெரிய திட்டம் ஒன்று போட அந்த பொறுப்பு நான் இவங்களை ஒப்படைச்சிருக்கேன். ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സഹാനിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മഹാസഖ്യം നേതാക്കൾ സംയുക്തമായാണ് ഇരുവരുടെയും പേരുകൾ പ്രഖ്യാപിച്ചത്. തർക്കങ്ങൾ പരിഹരിച്ചുവെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു.
അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് തന്നെയാണ് ഇത്തവണ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പട്നയിൽ നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അധ്യക്ഷൻ മുകേഷ് സാഹ്നിയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും അധികാരത്തിലേക്ക് എത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. तो समय आ चुका है और मजबूती से महागठबंधन के साथ रहकर बिहार में हम अपनी सरकार बनाएंगे और भाजपा को बिहार से बाहर करेंगे और महागठबंधन यूनाइट है, मजबूत है और आने वाला समय में हम लोग काम करके सरकार बनाएंगे. NDA സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ BJPയെ ഗെഹ്ലോട്ട് വെല്ലുവിളിച്ചു. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്നാൽ ഇപ്പോൾ ആരാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. आपका नेता कौन है बता दीजिए. इससे काम नहीं चलेगा कि नीतीश कुमार के नेतृत्व में चुनाव लड़ा जाएगा. अगला मुख्यमंत्री का उम्मीदवार आपका कौन है ये उनको बताना पड़ेगा. ये हमारी मांग है. और मांग क्यों है? इसलिए है आपने देखा महाराष्ट्र के अंदर ഒരു സർക്കാർ ഉണ്ടാക്കുക മാത്രമല്ല ലക്ഷ്യമെന്നും ബീഹാറിനെ തിരിച്ചുകൊണ്ടുവരികയാണ് മഹാസഖ്യത്തിന്റെ കടമയെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തേജസ്വി യാദവ് പറഞ്ഞു. केवल सरकार बनाने के लिए ही नहीं, मुख्यमंत्री बनने के लिए नहीं, बल्कि हम लोगों को बिहार बनाने का काम करना है. इसलिए हम लोग एकजुट हुए हैं. യുവാക്കൾക്കിടയിൽ തേജസ്വിക്കുള്ള സ്വാധീനം വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് മഹാസഖ്യത്തിനുള്ളത്. അതേസമയം സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളുടെ നീക്കങ്ങൾ മഹാസഖ്യത്തിലും BJPയിലും നിർണായകമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണ് ബീഹാർ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തും. നരേന്ദ്രമോദി നാളെ 2 റാലികളിൽ പങ്കെടുക്കും. ബഹുസ്വരായ്, സമസ്തിപൂർ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി. സോഷ്യലിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ CM കർപ്പൂരി താക്കൂറിന്റെ ജന്മസ്ഥലമാണ് സമസ്തിപൂർ. കഴിഞ്ഞ വർഷം BJP സർക്കാർ അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സമസ്തിപൂരിലേക്കുള്ള മോദിയുടെ വരവിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അതേസമയം സംയുക്ത വാർത്താ സമ്മേളനത്തിലെ ബാനറിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഒഴിവാക്കിയത് വിവാദമായിട്ടുണ്ട്. കോൺഗ്രസിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് RJD ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്നാണ് BJP ആരോപണം. അതിനിടെ കൃഷ്ണ അല്ലാരുവിനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ല. മോദി ട്രംപ് കൂടിക്കാഴ്ചയും ഉണ്ടാകില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പാകിസ്ഥാൻ ചർച്ചയായില്ല എന്നാണ് വിവരം. ഈ മാസം 26 മുതൽ 28 വരെ മലേഷ്യയിൽ ആണ് ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. ഈ മാസം 26 മുതൽ 28 വരെയാണ് മലേഷ്യയിൽ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ല എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഈ ദിവസങ്ങളിലാണ് ബീഹാറിൽ ഛാത് പൂജ നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൂജാ ചടങ്ങുകൾ ഒഴിവാക്കി പ്രധാനമന്ത്രി ആസിയാനിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. നരേന്ദ്രമോദിക്ക് പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ആസിയാൻ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നായിരുന്നു സൂചന. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുന്നത് ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്നതോടെ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ കുറയ്ക്കുന്നതും അമേരിക്ക പരിഗണിക്കുന്നുണ്ട്. 50% നിലവിലെ തീരുവ 15% അല്ലെങ്കിൽ 30% എന്ന നിലയിൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമിക ധാരണകളായിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച അമേരിക്ക സന്ദർശിച്ച വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് തീരുവ കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. തീരുവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭാഷണത്തിൽ ചർച്ചയായി. എന്നാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടേണ്ടതിന്റെ ആവശ്യകത ചർച്ചയായെങ്കിലും പാകിസ്ഥാന്റെ പേരെടുത്ത് ഒരു ചർച്ചയിലേക്ക് പോയില്ല എന്നാണ് വിവരം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അക്കാര്യം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അതേസമയം അടുത്ത മാസം ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തേക്കില്ല എന്നാണ് വിവരം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കൊള്ളപ്പലിശയെ തുടർന്ന് ഗുരുവായൂരിൽ വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കേസെടുത്തു. പ്രഹ്ലേഷ്, വിവേക് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത്. ഇരുവരും ഒളിവിലാണ്.
കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. നെന്മിണി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി. ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം പുറത്തുവന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി. ഗുരുവായൂർ ഒന്ന് അന്വേഷിക്കുക, പ്രൈലേഷേട്ട ആരാണ് എന്താണെന്ന്. 13 ലക്ഷം നിന്ന് ദൈവം സഹായിച്ച് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പൈസ ഒന്നുമല്ല. ഒക്ടോബർ 20 ഒരു 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും. ഭഗവാൻ തന്നെ സത്യം. ഞാനത് എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകേണ്ട അപ്പുറത്ത് പണി ഞാൻ ചെയ്യും. മുന്നേ നിന്നെ കാട്ടി കുറുമ്പം വാശികളാണ് ഞാൻ. നീയൊന്നും എൻ്റെ മുമ്പിലേക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. അത് നിങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ്. എനിക്ക് ആ പൈസ പോയിക്കോട്ടെ, 13 ലക്ഷം റുപ്യല്ലേ, ഈ വിഷയമല്ല കേട്ടാ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണ്ടാസംഘം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. പേരാമ്പ്ര ആക്രമണം ആസൂത്രിതമായി പോലീസ് സൃഷ്ടിച്ചതാണെന്ന് ഷാഫി പറമ്പിൽ MP. തന്നെ മർദ്ദിച്ചത് CI അഭിലാഷ് ഡേവിഡാണെന്ന് ഷാഫി ആരോപിച്ചു. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ഭരണകൂടത്തെയും പോലീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ദൃശ്യങ്ങളാണ് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസ് ഷാഫിയെയും UDF പ്രവർത്തകരെയും ആക്രമിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ക്രിമിനൽ ബന്ധത്തിന്റെ പേരിൽ മുമ്പ് സസ്പെൻഷൻ നടപടി നേരിട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന് ഷാഫി ആരോപിച്ചു. വടകര കൺട്രോൾ റൂമിന്റെ CI FIR-ൽ പറയുന്നു ഇയാളുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ അഭിലാഷ് ഡേവിഡും ഈ അഭിലാഷ് ഡേവിഡും ഒന്നാണെങ്കിൽ ഇവരെ രേഖപ്രകാരം, കാരണം ഫോട്ടോ കാര്യങ്ങളൊന്നും സൈറ്റിലില്ലല്ലോ, അതെന്താ കൊടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രഥമ വിവരത്തിൽ പറയുന്നുണ്ട്. പിന്നെ IPSHO, അതുപോലെ ബാലുശ്ശേരി IPSHO, കുറ്റ്യാടി IPSHO, പെരുവണ്ണാമൂഴി IPSHO, വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്. CPM-ന് ഗുണ്ടാപ്പണിയെടുക്കുന്ന ചില പോലീസുകാരാണ് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഷാഫി പറഞ്ഞു. MP ആശുപത്രിയിൽ അഡ്മിറ്റായോന്ന് DYSP ഹരിപ്രസാദ് മറ്റു പോലീസുകാരോട് ചോദിക്കുന്ന ദൃശ്യവും ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പിണറായി സർക്കാർ പോലീസിനെ കൊണ്ട് ആക്രമണം നടത്തിക്കുകയായിരുന്നു. CPM ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്നും ഷാഫി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം CI അഭിലാഷ് ഡേവിഡ് CPM ഗുണ്ടയാണെന്ന് കൂടി ഷാഫി പറമ്പിൽ പറഞ്ഞു വയ്ക്കുകയാണ്. 2023 ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിന് സർവീസിൽ നിന്നും അഭിലാഷിനെ പുറത്താക്കിയിരുന്നു. അഭിലാഷിന് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഭരണകക്ഷിയിലെ ചിലർ ഒത്താശ ചെയ്തെന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിൽ CI ആയിരിക്കെയാണ് നടപടിയുണ്ടായത്. ഓം പ്രകാശിന്റെ ഗുണ്ടാസംഘവുമായി അഭിലാഷിന് ബന്ധമുണ്ടായിരുന്നതായി വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഭാഗമായ ക്രിമിനൽ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചതിനാൽ 2023 ജനുവരി 16-ന് അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരുന്നു. 2024 നവംബർ 27-ന് ഈ പോലീസ് ഓഫീസറെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിൽ തിരിച്ചെടുക്കുകയായിരുന്നു. ഭരണകക്ഷിയിലെ ചില ഉന്നതരുടെ സമ്മർദ്ദ ഫലമായാണ് അഭിലാഷ് തിരികെ സർവീസിലെത്തിയതെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ മാഫിയ സംഘങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനായിരുന്നു DGP-യുടെ തീരുമാനം. ഇതിനിടെയാണ് ഉന്നതതല ബന്ധങ്ങൾ ഉപയോഗിച്ച് അഭിലാഷ് തിരിച്ചു കയറിയത്. അതേസമയം അഭിലാഷ് ഡേവിഡിനെതിരെയുള്ള നടപടി സംബന്ധിച്ചുള്ള രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയ്ക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മറുപടി. വഞ്ചിയൂരിൽ ഭരണകക്ഷി പാർട്ടിയുടെ ഓഫീസിലെ നിത്യസന്ദർശകനായിരുന്നു അഭിലാഷ് ഡേവിഡ് എന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. ശ്രീകാര്യം SHO ആയിരിക്കെ മറ്റൊരു കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും അഭിലാഷിനെതിരെ വകുപ്പുതല നടപടിയെടുത്തിരുന്നു. തലസ്ഥാനത്തെ ഗുണ്ടകൾ തമ്മിലുള്ള പണമിടപാട് തർക്കം പരിഹരിക്കാൻ അഭിലാഷ് ഡേവിഡ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളായ നിതിൻ, രഞ്ജിത്ത് എന്നിവർ തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഈ തർക്കം പരിഹരിക്കാൻ മുട്ടടയിലുള്ള നിതിന്റെ വീട്ടിൽ വെച്ച് 2 DYSP-മാരും അഭിലാഷ് ഡേവിഡും ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. പാറ്റൂരിൽ വെച്ച് ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഈ നിതിനെയാണ്. ഓംപ്രകാശുമായി അടുത്ത ബന്ധമുള്ള അഭിലാഷ് തലസ്ഥാനത്തെ ചില ഉന്നത CPM നേതാക്കൾക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നെന്നാണ് വിവരം. വടകരയിലെ പോലീസ് കൺട്രോൾ റൂമിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ MP-യെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. താൻ MP-യെ മർദ്ദിച്ചിട്ടില്ലെന്നും വകുപ്പുതല നടപടി ഉണ്ടായിട്ടുണ്ടെന്നും അഭിലാഷ് ഡേവിഡ് പറഞ്ഞു. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.
വട്ടപ്പാറ PMS കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ചിന് അഭിമാനാർഹമായ നേട്ടം. കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ BDS പരീക്ഷയിൽ കോളേജിലെ വിദ്യാർത്ഥിനിയായ EP നവ്യ 1ാം റാങ്ക് നേടി. കണ്ണൂരിലെ നവനീതം വീട്ടിൽ പത്മനാഭന്റെയും ഇന്ദുലേഖയുടെയും മകളാണ്.